വെഡിങ്ങിന് ഡെഫിനറ്റ്ലി വർക്ക് ഫ്ലോയുടെ ആവശ്യമുണ്ട്. ഞങ്ങളൊരു വെഡിങ് പ്ലാൻ ചെയ്യുമ്പോൾ വിൽ ബി ഹാവിങ് എ വെഡിങ് ഐറ്റനറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ക്രിസ്ത്യൻ വെഡിങ്ങിന്റെ റെഫറൻസിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ സ്റ്റാർട്ടിംഗ് ഫ്രം ദർ മേക്കപ്പ് സെഷൻ, രാവിലെ എത്ര മണിക്ക് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യും, മേക്കപ്പ് കഴിഞ്ഞിട്ട് എത്ര മണിക്കാണ് ഫാമിലി ഫോട്ടോഷൂട്ട്, ഫോട്ടോഗ്രാഫേഴ്സിന് സമയം കിട്ടുന്നില്ല, ഫാമിലി ഫോട്ടോ എടുക്കാൻ പറ്റുന്നില്ല എന്നുള്ള കാര്യത്തിലൊക്കെയാണ് രാവിലെ ഏറ്റവും കൂടുതൽ വരുന്നത്. ഇത് പ്രോപ്പറായിട്ട് നമ്മളൊരു ഹാഫ് ആൻ അവർ ടു 1 അവർ നമ്മൾ അതിനുവേണ്ടി ഡെഡിക്കേറ്റഡ് മാറ്റി വെച്ചു. ഇത് മാറ്റി വെക്കണം എന്നുണ്ടെങ്കിൽ അതിന് മുമ്പ് നമ്മുടെ മേക്കപ്പ് കഴിഞ്ഞിരിക്കണം. ഇതിനിടയ്ക്ക് ബ്രൈഡിന് അല്ലെങ്കിൽ ഗ്രൂമിന് ഭക്ഷണം കഴിക്കാനുള്ള സമയം കിട്ടും. കാരണം ഇത് കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് ഭക്ഷണം കിട്ടുന്ന ചിലപ്പോൾ 3 മണിക്ക് 4 മണിക്ക് അവർ ടയേർഡ് ആവും. അപ്പോൾ അത് ടയേർഡ് ആവാതിരിക്കാൻ വേണ്ടി ഫുഡിനുള്ള സ്ലോട്ട് ഉണ്ടായിരിക്കണം. അത് കഴിഞ്ഞ് തൊട്ട് പള്ളിയിലോട്ട് എത്ര മണിക്ക് കയറണം, പള്ളിയിൽ നിന്ന് എത്ര മണിക്ക് ഇറങ്ങും, പള്ളിയിലെ ഫോട്ടോഷൂട്ടിന് എത്ര സമയം, തിരിച്ച് ഓഡിറ്റോറിയത്തിൽ വന്നു കഴിഞ്ഞാൽ ഓഡിറ്റോറിയം ഷൂട്ടിന് എത്ര സമയം, എത്ര മണിക്കാണ് കേക്ക് കട്ടിങ്, എത്ര മണിക്കാണ് ക്യാൻഡിൽ ലൈറ്റിങ്, ഡാൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഫാമിലിയിൽ നിന്ന് പെർഫോമൻസ് ഉണ്ടെങ്കിൽ അത് അപ്പം ചെയ്യാം എന്ന് വേണ്ട. നമുക്ക് ഇത് തൊട്ട് ഒന്നോട്ട് എല്ലാ കാര്യത്തിനും നമുക്കൊരു ഷെഡ്യൂൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാവും, നമുക്കൊരു ഐഡിയ ഉണ്ട്. പ്ലാൻ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ പ്ലാൻ അനുസരിച്ചിട്ടാണ് നമ്മൾ എത്ര പേരെ ക്രൂ അവിടെ ഉണ്ടായിരിക്കണം, എന്തൊക്കെയാണ് ഞങ്ങൾ കോർഡിനേറ്റ് ചെയ്യണം, ഓരോരുത്തർക്കും എന്തൊക്കെയാണ് റോൾ. തൊട്ട് 3 തൊട്ട് മേപ്പോട്ടുള്ള ആൾക്കാരായിരിക്കും ഒരു വെഡിങ്ങിനകത്ത് അസോസിയേറ്റ് ആയിട്ട് ആ സൈറ്റിലുണ്ടാവും.